സാലറി കിട്ടുന്നത് തികയാതെ വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മതി. എന്താണ് അതിൻ്റെ പ്രശ്നം എന്നുള്ളതും അതിനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ളതും വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് SK ദി മാവറിക് വോയേജർ. വെൽക്കം ടു അനദർ വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. സോ വി നീഡ് എ സൊല്യൂഷൻ. ഡെഫിനറ്റായിട്ട് ഒരു സൊല്യൂഷൻ വേണം. എന്താണ് സൊല്യൂഷൻ? വളരെ ചെറിയ 4 സ്റ്റെപ്പുകളാണുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് എന്താണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ്, നമുക്ക് വരുന്ന ചിലവും നമുക്ക് വരുന്ന വരവും എത്രയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ടാവണം. അതായത് എത്ര പൈസ നമുക്ക് കിട്ടുന്നുണ്ട്, അതിൽ എത്ര നമ്മൾ ചിലവാക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്താണ്? എഴുതി വയ്ക്കുക എന്നുള്ളതാണ്. നമുക്ക് കിട്ടുന്ന പൈസ എത്രയാണെങ്കിലും അത് ഒരു ഭാഗത്ത് എഴുതി വയ്ക്കാം. അതുപോലെ തന്നെ അതിന് വരുന്ന ചിലവ് അതേ ഭാഗത്ത് തന്നെ റെക്കോർഡ് ചെയ്ത് വയ്ക്കാം. അതിപ്പോൾ നമുക്കൊരു നോട്ട്ബുക്കിലാവാം, അല്ലെങ്കിൽ ഒരു ഡയറിയിലാവാം, അല്ലെങ്കിൽ ഒരു പേപ്പറിലാവാം. അതല്ലെങ്കിൽ ഇനിയിപ്പോൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസോ ഫോണിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള നോട്ട് പാഡ്സോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടാണെങ്കിലും മതി. നമുക്ക് ജസ്റ്റ് ആവശ്യം ഇത് എഴുതി തുടങ്ങുക എന്നുള്ളതാണ്. അതായത് ജേർണൽ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. സോ ഇങ്ങനെ ജേർണൽ ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? നമ്മളിങ്ങനെ ജേർണൽ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു ക്ലാരിറ്റി കിട്ടും. എത്ര രൂപ നമ്മുടെ കയ്യിലുണ്ട്, വാട്ട് ഈസ് മൈ പൊസിഷൻ, ഇതിന്ന് നമ്മൾ എത്ര രൂപ ചിലവാക്കണം, ഇതുവരെ ഞാൻ എത്ര രൂപ അനാവശ്യമായിട്ട് ചിലവാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ എവിടെയാണ് എനിക്ക് കൂടുതൽ സേവ് ചെയ്യാൻ പറ്റിയത്. ഇങ്ങനെയുള്ള ഒരു പക്ക അനാലിസിസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് നല്ല നല്ല ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അങ്ങനെ എടുക്കുന്ന ഡിസിഷൻസ് ഡെഫിനറ്റായിട്ട് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ വളരെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. അത് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് അൺലിമിറ്റഡ്. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. സോ അത് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാം. ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. ആ ആപ്ലിക്കേഷൻ ഏതാണ്, എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ്, എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്, എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ അവസാനത്തും പറയുന്നുണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് അവാർഡിങ് യുവർ സെൽഫാണ്. വാട്ട് ഈസ് അവാർഡിങ് യുവർ സെൽഫ്? സാലറി ഈസ് എ ഹാർഡ് ഏൺ മണി. സാലറി എന്ന് പറയുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് ഒരു മാസം അധ്വാനിച്ച് അല്ലെങ്കിൽ ഒരാഴ്ച അധ്വാനിച്ച് നമ്മുടെ സമയം മുഴുവൻ ചിലവഴിച്ചിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസയാണ്. നമ്മൾ എന്തിനാണ് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നത്? നമ്മളെ ഹാപ്പി ആയിട്ട് വയ്ക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് ഹാപ്പിനെസ് തരുന്നത് എന്താണോ അതിന് വേണ്ടിയിട്ട് ഈ സാലറിയുടെ ഒരു വിഹിതം നമ്മൾ ഉപയോഗിക്കണം. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റാണ്. അപ്പോൾ അത് പേഴ്സൺ ടു പേഴ്സൺ ഇത് മാറും. ചിലർക്ക് ചിലപ്പോൾ വല്ല ഫുഡ് എന്തെങ്കിലും കഴിക്കുന്നതായിരിക്കാം ഹാപ്പിനെസ്, ചിലർക്ക് ചിലപ്പോൾ ട്രിപ്പ് പോകുന്നതായിരിക്കാം, ചിലർക്ക് ചിലപ്പോൾ വീട്ടിലേക്ക് കൊടുക്കുന്നതായിരിക്കാം. സോ ഇറ്റ്സ് എ പേഴ്സണൽ ചോയ്സ്. അക്കോർഡിംഗ് ടു ദ പേഴ്സൺ അതിൻ്റെ ഒരു ചോയ്സും എല്ലാം മാറും. അപ്പോൾ അങ്ങനെ അതിൽ ഏതാണോ ആപ്റ്റായിട്ട് അവർക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ചോയ്സ്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചിട്ട് ആപ്റ്റായിട്ട് തോന്നുന്നത്, അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ഇനീഷ്യൽ സ്പെൻഡിങ് നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ നമ്മുടെ മൈൻഡ് വളരെ ക്ലിയർ ആയിരിക്കും, നമ്മുടെ മൈൻഡ് സെറ്റ് ഓക്കെ ആവും, നമ്മൾ ഹാപ്പി ആവും. നമ്മൾ ഹാപ്പി ആവുകയാണെങ്കിൽ തന്നെ ഡെഫിനറ്റായിട്ട് അടുത്ത വിഷയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പുകളിലേക്ക് നമുക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻഫിനിറ്റായിട്ട് കൂട്ടാൻ പറ്റും. അപ്പോൾ എന്താ സംഭവിക്കുക? എല്ലാം വളരെ ഈസി ആയിരിക്കും, സിമ്പിളായിരിക്കും. മനസ്സിലാവുണ്ടോ? അതാണ് സെക്കൻഡ് പോയിൻ്റ്, അവാർഡ് യുവർ സെൽഫ് എന്നുള്ളതിൻ്റെ ഒരു ബെനിഫിറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റാം. ഇപ്പോൾ നമ്മൾ ഹാപ്പിയാണ്, നമ്മളെല്ലാം സെറ്റ് ചെയ്തു, അടുത്തത് എന്താണ്? പൈസ സേവ് ചെയ്യണം എന്നൊരിക്കലും നമ്മൾ ചിന്തിക്കരുത്. പൈസ സേവ് ചെയ്യല്ല, പൈസ ഇൻവെസ്റ്റാണ് ചെയ്യേണ്ടത്. ബിക്കോസ് ഐഡിൽ മണി ഓർ മാൻ ഡസൻ ഗ്രോ. അവർ ഒരിക്കലും വളരാൻ പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ നിങ്ങളത് പൈസ ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബീങ് സോ ഐഡിൽ ആൻഡ് ഇറ്റ് ഡസ് നോട്ട് വർക്ക് ടു ഗ്രോ. പൈസ അത് അവിടെ എങ്ങനെയാണുള്ളത് അതേപോലെ അത് അവിടെ ഉണ്ടാവും. വേറെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അവിടെയാണ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കോമ്പൗണ്ടിങ്ങിൻ്റെ പവറും അതുപോലെ തന്നെ അതിൻ്റെ റിട്ടേൺസിൻ്റെ ആ ഒരു ഓത്തൻറ്റിസിറ്റിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. സോ വാട്ട് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ്, എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് ഒരുപാട് പഠിച്ച് ടെൻഷൻ ആവേണ്ട കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. FDs ഉണ്ട്, RDs ഉണ്ട്, അതായത് റിക്കറിങ് ഡെപ്പോസിറ്റ് ഉണ്ട്, PPF ഉണ്ട്, പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, വളരെ സേഫസ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതാണോ നമുക്ക് കൺവീനിയൻറ്റ്, ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള വിഷയം ഏതാണോ അതിൽ കയറിയിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മുടെ പൈസ കയ്യിലുള്ള ഒരു സർട്ടൻ പെർസെൻറ്റേജ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമ്മുടെ ഇന്നുണ്ടായിരുന്ന പൈസയിൽ നിന്നും നമ്മൾ ഒന്നും തന്നെ ചെയ്യാതെ ആ പൈസ അതിനെ വളർത്താനായിട്ട് വർക്ക് ചെയ്തിട്ട് കുറച്ച് അഡീഷണൽ പൈസ കൊണ്ടുവന്ന് തരും. അപ്പോൾ ഓവർ എ ലോങ് പീരിയഡ് ഇറ്റ് വിൽ ബി എ ഹ്യൂജ് എമൗണ്ട്. ഇറ്റ് വിൽ നോട്ട് ബി ലൈക്ക് യു തിങ്ക്. നമ്മൾ വിചാരിക്കുന്നതിലും പവർഫുള്ളാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റായിട്ട് നല്ല ഗ്രോത്ത് ഉണ്ടാവും. ഇനിയിപ്പോൾ നല്ല ഗ്രോത്ത് ഇല്ലെങ്കിലും ഗ്രോത്ത് ഉണ്ടാവും.
സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. ഓൾവേസ് റിമെമ്പർ, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് എപ്പോഴും ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലതാണ്. സോ ഡോണ്ട് ജസ്റ്റ് സേവ്, ഇൻവെസ്റ്റ് ദ മണി. സോ ഇൻവെസ്റ്റിംഗ് കഴിഞ്ഞു. ദ നെക്സ്റ്റ് പോയിൻറ്റ്, നമുക്ക് എപ്പോഴും അവസാനമാണ് ഈ സ്പെൻഡിങ് വരുന്നത്. സ്പെൻഡിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡേ ടു ഡേ എക്സ്പെൻസസ് ഉണ്ടാവാം, മന്ത്ലി എക്സ്പെൻസസ് ഉണ്ടാവും, വീക്ക്ലി എക്സ്പെൻസസ് ഉണ്ടാവും, റെക്കറിങ് എക്സ്പെൻസസ് ഒരുപാടുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന ചിലവുകൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടാവും. ഇങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കേണ്ട ഒരു ടെക്നിക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടാക്ടിക്സ് ആണ് അപ്ലൈയിങ് ഓഫ് EVD റൂൾ, എസെൻഷ്യൽ വൈറ്റൽ ഡിസൈറബിൾ. ഇത് മൂന്ന് എന്താണെന്നുള്ളത് വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ChatGPTയിൽ സെർച്ച് ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ അവിടെ വയ്ക്കുന്നുണ്ട്. സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് കണ്ടാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഈ എസെൻഷ്യൽ വൈറ്റൽ ഡിസൈറബിൾ റൂൾ നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇതിൻ്റെ ചിലവുകൾ കൺട്രോൾ ആയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ബിക്കോസ് അതിൻ്റെ അനാലിസിസ് ഫോർമുല എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ്. നമുക്ക് അത്രയും അത്യാവശ്യമാണോ, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണോ, ഇനി അതല്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളുണ്ടോ, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് EVD ആപ്ലിക്കേഷനിലൂടെ കൂടിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ സ്പെൻഡിങ് എന്ന് പറയുന്നത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. EVD റൂൾ അപ്ലൈ ചെയ്യണം, എന്നിട്ട് വേണം നോക്കാൻ. സോ അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു? ജേർണലിംഗ്, അവാർഡിങ് യുവർ സെൽഫ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആൻഡ് എക്സ്പെൻസസ്. വെറും 4 കാര്യം. ഈ 4 കാര്യങ്ങളൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ മാസത്തിൽ ഈ മാസത്തെയായിട്ടുള്ള നല്ല വ്യത്യാസം നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെഫിനറ്റായിട്ട് ഇത് ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങളുടെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ടിപ്പും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതായത് സാലറി എന്നല്ല, ഏത് പൈസ, അതിപ്പോൾ ഡെയിലി കിട്ടുന്നതോ വീക്ക്ലി കിട്ടുന്നതോ മന്ത്ലി കിട്ടുന്നതോ വേറെ ഏത് സോഴ്സിൽ നിന്ന് കിട്ടുന്നതാണെങ്കിലും നമ്മുടെ ഫൈനാൻഷ്യൽ ഫോർമുല അല്ലെങ്കിൽ ദ വേ ഓഫ് സ്പെൻഡിങ് മണി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ഇൻകം, ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് സം മണി, നമുക്ക് കുറച്ച് പൈസ കിട്ടുകയാണ്, അതിൽ നിന്നും ഇൻവെസ്റ്റ്മെൻറ്റ്സിനുള്ളത് മാറ്റി വയ്ക്കണം, എന്നിട്ട് വേണം എക്സ്പെൻസിലേക്ക് പോകാൻ. അല്ലാതെ നമ്മളിപ്പോൾ നോർമലി ഇപ്പോൾ നമുക്ക് എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? പൈസ വരുന്നു, ചിലവുകൾ നോക്കുന്നു, അതിനുശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സേവ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരുപാട് ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല, ഇപ്പം തന്നെ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടും കിട്ടും. ഓക്കെ, ഫൈനലി ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ട്. മൈ മണി എന്ന് പറയുന്ന ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രീ ആപ്ലിക്കേഷനാണ്. അതിൻ്റെ പ്രോ വേർഷനും ഉണ്ട്, ബട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഫ്രീ ആപ്ലിക്കേഷനാണ്. അതിൽ തന്നെ അത്യാവശ്യം നമുക്ക് ബഡ്ജറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ എക്സ്പെൻസസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും, എക്സ്പെൻസസും ഇൻകം റെക്കോർഡ് ചെയ്യാൻ പറ്റും, ഡെയിലി ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. വിത്ത് ടൈം വി ക്യാൻ റെക്കോർഡ്. സോ ഞാൻ ഈ കാണിക്കുന്ന പോലെയുള്ള ഇൻ്റർഫേസ് നോക്കിക്കഴിഞ്ഞ് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ ഈ പ്ലസ് ബട്ടണിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇൻകമാണോ എക്സ്പെൻസ് ആണോ ഏത് അക്കൗണ്ട് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ തന്നെ ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു അനാലിസിസ് ഉണ്ട്, പിന്നെ ഒരു സെപ്പറേറ്റ് അനാലിസിസ് കോളം ഉണ്ട്. ഈ അനാലിസിസ് കോളം എടുത്തു കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് എക്സ്പെൻസ് ഓവർവ്യൂ അല്ലെങ്കിൽ ഇൻകം ഓവർവ്യൂ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ മന്ത്ലി ഇത് എന്താ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ നമുക്ക് എവിടെയാണെങ്കിലും വേറെ ആയിരിക്കും. ഇപ്പോൾ ഞാൻ ചിലപ്പോൾ എപ്പോഴും വീട്ടിലുണ്ടാവണമെന്നില്ല. അപ്പോൾ ജോലി സമയത്താണെങ്കിൽ ജോലി സ്ഥലത്ത് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഒരു പേയ്മെൻറ്റ് ഇപ്പോൾ GPayക്ക് ഉള്ളതുകൊണ്ട് UPIക്ക് ഉള്ളതുകൊണ്ട് എപ്പോഴാണ് പൈസ എങ്ങനെയാണ് ചിലവാക്കണമെന്നുള്ളതൊന്നുമില്ല. 24 hours എവിടെ നിന്ന് വേണമെങ്കിലും ചിലവാക്കാം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ആപ്ലിക്കേഷൻ ആയിരിക്കും. സോ നല്ല റിവ്യൂസൊക്കെ നോക്കിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ, ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞ് വെച്ചാൽ അത് നമുക്ക് അവൈലബിൾ ആണ്. മൈ മണി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ കിട്ടും. സോ താല്പര്യമുള്ളവർ അത് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് അത് യൂസ് ചെയ്തോളൂ. സോ വീഡിയോ മുഴുവനായാലും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ട് ഇവിടെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഹവ് ഓൾറെഡി ടേക്കൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു യുവർ ഫിനാൻഷ്യൽ ഫ്രീഡം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടതിൽ വളരെ സന്തോഷം. കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ലെറ്റ്സ് ബി ബെറ്റർ ടുഗദർ. താങ്ക് യു ഫോർ വാച്ചിങ്.